ഹലോ മക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും കാത്തിരുന്നത് പോലെ തന്നെ നമ്മുടെ ICAR റാങ്ക് കാർഡ് എന്ത് ചെയ്തിട്ടുണ്ട്, റിലീസ് ചെയ്തിട്ടുണ്ട്. ICAR റാങ്ക് കാർഡ് നിങ്ങൾ എങ്ങനെയാണ് വ്യൂ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങളുടെ അതിൽ ചെയ്യേണ്ടതും, അതേപോലെ തന്നെ ഫീ പേയ്മെന്റ് ചെയ്യേണ്ടത് കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ ICAR.admissions.in നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് അതേ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് പോലെ തന്നെ UG റാങ്ക് കാർഡ് ഇസ് അവൈലബിൾ ഫോർ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ എല്ലാം നിങ്ങൾ ഒന്ന് ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആപ്ലിക്കൻ ലോഗിനിൽ കയറുക. ഓക്കെ, ആപ്ലിക്കൻ ലോഗിനിൽ കയറിയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ റാങ്ക് കാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഈ റാങ്ക് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തതിന് ശേഷം വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങളുടെ റാങ്ക് കാർഡ് കാണാൻ വേണ്ടി കഴിയും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, വ്യൂ കൊടുക്കുക. വ്യൂ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ റാങ്ക് കാർഡ് കാണാൻ വേണ്ടി കഴിയുന്നതായിരിക്കും. അങ്ങനെ എന്ത് ചെയ്യുക, നമുക്ക് തിരിച്ച് ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾസോ ആപ്ലിക്കേഷൻ ഫീ പേയ്മെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആരും എന്ത് ചെയ്യുക, നിങ്ങളുടെ മൊബൈലിൽ കൂടെ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. മാക്സിമം എന്തെങ്കിലും കഫേയോ വേറെ എന്തെങ്കിലും മോഡ്സിലൂടെ നിങ്ങൾ ചെയ്യുക. എന്തെന്നാൽ ICAR വെബ്സൈറ്റിൽ കഴിഞ്ഞ വർഷം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട്. അതായത് ഒരുപാട് കുട്ടികളിൽ നിന്ന് ഡെബിറ്റ് ആയിട്ട് അത് കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ടായിരുന്നു തിരിച്ച് ക്രെഡിറ്റ് ആയത്. അപ്പം മിനിമം ബാലൻസ് വെച്ചിരിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഏതെങ്കിലും കഫ വഴിയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോഡ്സ് വഴിയിട്ടോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉള്ളവരാണെങ്കിൽ അത് വഴിയിട്ടോ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുക. മൊബൈലിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെബിറ്റ് ആവും. ഡെബിറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തില്ല, നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ എന്തായാലും ഫീ പേയ്മെന്റ് നടക്കത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, വീണ്ടും ഒന്നുകൂടെ ചെയ്യേണ്ട അവസ്ഥ വരും. അപ്പം മിനിമം ബാലൻസ് ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ അത്രയും ബാലൻസ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ബുദ്ധിമുട്ട് നേരിടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇവിടെ ഡെഡ് ലൈൻ ഉണ്ട്. ഡെഡ് ലൈനിനുള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കൊടുത്തിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, നിങ്ങളുടെ ഇത് രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആവത്തില്ല. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഓൾസോ പേയ്മെന്റ് ഓപ്ഷൻ ആൻഡ് സബ്ജക്ട് യൂണിവേഴ്സിറ്റി ചോയ്സ് പ്രിഫറൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പൺ ആവുന്നുണ്ട്. ഇന്നോട്ട് ഓപ്പൺ ആവുമെന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 30/8/2024 ടു 1/9/2024, അതായത് 1-ാം തീയതി വരെയാണ്, അടുത്ത മാസം 1-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ചോയ്സ് ഫില്ലിങ്ങിന്റെ ടൈം തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ദിവസം ഇല്ല, ദിവസം വളരെ കുറവാണ്. ഓൾസോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ റാങ്കും അതനുസരിച്ച് കിട്ടാൻ സാധ്യതയുള്ള യൂണിവേഴ്സിറ്റീസ് നമ്മൾ എന്ത് ചെയ്യാം, വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഉറപ്പ് ഞാൻ പറയുന്നില്ല, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഓൾസോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കൗൺസിലിംഗ് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ചോയ്സ് ഫില്ലിങ്ങും പ്രിഫറൻസും കാര്യങ്ങളും എല്ലാത്തിനും വേണ്ടി നമ്മൾ തന്നെ ഹെൽപ്പ് ചെയ്യാം. സോ നിങ്ങൾക്ക് എന്ത് ആവശ്യം വരത്തില്ല, അത് വിഷമിക്കേണ്ട ആവശ്യം വരത്തില്ല. ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ മീൻസ് സാറ്റർഡേക്കുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക. ആരും സൺഡേ വന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചിലപ്പം എന്ത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, നിങ്ങൾക്ക് ചെയ്തു തരാൻ വേണ്ടി കഴിഞ്ഞെന്ന് വരില്ല. ലാസ്റ്റ് ഡേറ്റ് ആണ്. സോ എന്ത് ചെയ്യുക, ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഓൾസോ നിങ്ങൾ ഇവിടെ വെബ്സൈറ്റിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം നിലവിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, വേറെ ഓപ്ഷൻസ് ഒന്നും നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ല. ഓക്കെ, നിങ്ങൾ എന്നിട്ട് രജിസ്റ്റർ ഫോർ സീറ്റ് അലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഓപ്ഷൻസ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഓൾസോ ഫീ പേയ്മെന്റ് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ബാക്കി കാര്യങ്ങൾ ഫീ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ഈ ഓപ്ഷൻസ്, നിങ്ങളുടെ ചോയ്സ് ഫില്ലിംഗ് ഓപ്ഷൻസ് എന്ത് ചെയ്യും, ഓപ്പൺ ആവും. അതിന്റെ ഈവനിങ്ങിനുള്ളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ വെബ്സൈറ്റിൽ കാണാൻ കഴിയും. അതിനുശേഷം നിങ്ങൾ ചോയ്സ് ഫില്ലിംഗ് ചെയ്യണം. ചോയ്സ് ഫില്ലിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മാർക്കിനനുസരിച്ചിട്ടുള്ള നിങ്ങൾ യൂണിവേഴ്സിറ്റി നിങ്ങൾ വച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ അലോട്ട്മെന്റിൽ നിങ്ങൾ പരിഗണിക്കത്തെ, മീൻസ് നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ പോലും ഓൾമോസ്റ്റ് 400-450 ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സാധ്യതയുള്ള ഒരു ഇതാണ് അല്ലേ, എന്നിട്ട് പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന വരില്ല, നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് വരത്തില്ല. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യുക, അനാവശ്യമായിട്ട് നിങ്ങൾ ഓപ്ഷൻസ് എല്ലാം വയ്ക്കാതിരിക്കുക. വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ റാങ്ക് ലിസ്റ്റ് ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്, നമ്മൾ അന്ന് നിങ്ങൾക്ക് വീഡിയോ ചെയ്തിട്ട് നമ്മൾ ഒരു എക്സ്പെക്ടഡ് മാർക്സും അതേപോലെ തന്നെ എക്സ്പെക്ടഡ് റാങ്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഓൾമോസ്റ്റ് അതിനോട് ചേർന്ന് പോകുന്ന ഒരു റാങ്ക് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത്. സോ വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് അത്. എന്നാൽ ഒരുപാട് കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നേരത്തെ നമ്മൾ ഇന്ന മാർക്കിന് ഇന്ന റാങ്കിലോട് അടുപ്പിച്ച് വരും, ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവർക്കും വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 200 മാർക്കുള്ളവർക്ക് പോലും അത്ര മോശമല്ലാത്ത ഒരു റാങ്ക് വന്നിട്ടുണ്ട്. സോ ആ കാറ്റഗറിയിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ, ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ 250 റേഞ്ചുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സാധ്യതകൾ വളരെ അധികമാണ് ഈ പ്രാവശ്യം. സോ കൗൺസിലിംഗ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ ജോയിൻ ചെയ്യാം. നിങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങൾ മാക്സിമം ഹെൽപ്പ് ചെയ്തോളാം.
ബാക്കിയുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, അതനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം. മാക്സിമം ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ റാങ്കിനനുസരിച്ചിട്ടുള്ള കോളേജസിൻ്റെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഞാൻ ഉറപ്പ് പറയുന്നില്ല, മീൻസ് ഇത്രയും കുട്ടികൾക്ക് പിന്നെ ഞാൻ ചോയ്സ് ഫില്ലിങ് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നമ്മുടെ ടീമിനെയും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം. സോ ഇറ്റ് വിൽ ടേക്ക് ടൈം. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. അടുത്ത വീഡിയോ വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.